ആധാരത്തിൻ്റെ കോപ്പി, എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, പുതിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ 10 ഒന്ന് ശ്വാസം എടുത്ത് വരികയായിരുന്നു. ഈ ജീവിതത്തിൽ പ്രതീക്ഷയൊക്കെ തകരാൻ ഒറ്റ സെക്കൻഡ് മതിയില്ലേ? ശരിയാ. അന്ന് കണ്ട ആളാരായിരുന്നു? ആര്? അന്ന് വീട്ടിൽ വെച്ച് കണ്ട്. ഓ, താജു. അത് റസിയാത്തൻ്റെ അനിയനാ. ഓ, മൂപ്പര് ഡൈവേഴ്സ് അല്ലേ? ആ, പാവം. ആ പെൺകുട്ടിക്ക് വേറെ പ്രേമം ഉണ്ടായിരുന്നു. അപ്പൊ ചാൻസ് ഇല്ല. ചാൻസോ? അല്ല, ആ കുട്ടിയുടെ അടുത്ത് ഇനി ചാൻസ് ഇല്ലെന്ന് അതാ ഉദ്ദേശിച്ചത്. എന്തുറ്റി? ഈ ഇതിന്റെ ഡീസൽ ഫിൽറ്റർ എല്ലാം കറക്റ്റ് സമയത്ത് ക്ലീൻ ചെയ്യലില്ലേ? ഈ അതിന് ഓട്ടോയിലാണോ പിടിച്ചേ? ആയുർവേദല്ലേ? ഈ വണ്ടി ഓടിക്കുന്ന ആളെ കുറച്ചൊക്കെ വണ്ടിപ്പണി അറിയുന്നത് നല്ലതാട്ടോ. അതിന് ഈ വണ്ടി ഓടിക്കോ? ഇപ്പൊ കുറച്ചായി. അമീർ പഠിപ്പിച്ചതാ. അഭിലാഷ് ബ്രോ, ആ, എന്തുപറ്റി? വണ്ടിക്ക് ചെറിയൊരു പ്രശ്നം. ആണോ? ഇതിന്റെ ഒരു സെക്കൻഡ്. ആടന്ന് സാറേ, അത്യാവശ്യമാണോ മോനെ? എന്ത് അത്യാവശ്യമാണെങ്കിലും ഇപ്പൊ നടക്കൂല കേട്ടോ. ഞാൻ വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി സഹായം ചെയ്തോണ്ടിരിക്കും. അതൊക്കെ നമുക്ക് പിന്നെ ഡീലാക്കാം. ഈ വെച്ചാളി ജസ്റ്റ് മന്തി തിങ്സ്. ബ്രോ, ഇതിന്റെ ഡീസൽ ഫിൽറ്റർ ഒക്കെ ക്ലീൻ ചെയ്യലുണ്ടോ? ആ, അത് ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യലുണ്ട്. ഡെയിലിയാ? അല്ല, 1-2 ദിവസം കൂടുമ്പോ. അപ്പൊ അതാണ് അതിന്റെ പ്രശ്നം കേട്ടാ. അന്നൊരു കാര്യം ചെയ്യ്, വണ്ടിയുടെ കിടക്കട്ടെ, ഞാൻ എന്തായാലും ആളെ വിട്ട് ശരിയായിക്കോളാം. നിങ്ങൾക്ക് എവിടെ പോണ്ടേ? അത് പിന്നെ ഈ ആധാരം. അല്ല, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലുണ്ട്, അങ്ങോട്ട് പോകും. കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ. വാ, ഞാൻ ആക്കി തരാം. അല്ല, അത് വേണോ? അല്ല, താജുവിന് ബുദ്ധിമുട്ടാവില്ലേ? ഓ, എന്ത് ബുദ്ധിമുട്ട്! വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി 2 കിലോമീറ്റർ എക്സ്ട്രാ ഓടാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഈ മിനി കൂപ്പർ ഉണ്ടായിരുന്നിട്ട് എന്ത് കാര്യം? പ്ലീസ് കം, വാ. ഓ, एक सेकंड. സെറ്റ്. അഭിലാഷ് ബ്രോ, ആ, ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡിലെ എയർ കുറച്ച് കുറവായിട്ടാണ് ഞാൻ ബാക്കിൽ ഇരിക്കാൻ പറഞ്ഞിട്ടാ. കംഫർട്ടബിൾ അല്ലേ? അല്ല, ഇതിലെന്തോ കുഴിമന്തിയുടെ വേണം. അത് വരുന്നതായിരിക്കും 2 ഡെലിവറി ഉണ്ടായിരുന്നു കൊടുക്കാൻ. നമ്മളെ കുഴിമന്തി ആയി പോയില്ലേ. ഫ്രണ്ടിന് എന്താ പറ്റിയെന്ന് പറഞ്ഞു? അത് ബാത്റൂമിലൊന്ന് വഴുക്കി വീണു. ടൈലിന്റെ പ്രശ്നമായിരിക്കും അല്ലേ? അതെ അതെ അതെ. ബാത്റൂം ടൈലിന്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ ഒരാളാപ്പ പുള്ളി ബാത്റൂമിൽ വഴിക്കിട്ട് വാരിലൊടിഞ്ഞ് 4 മാസമല്ലേ കിടപ്പായി പോയത്. എന്നിട്ട് ഞാൻ എന്തെയ്യുന്നറിയോ? നേരെ പീഡിയയിലും വീട്ടിലും ടൈലും കടിച്ച് പൊടിച്ച് അങ്ങ് രാജസ്ഥാനിൽ നിന്ന് നല്ല ഗ്രിപ്പുള്ള ടൈലിങ് ഇറക്കി മൊത്തം ഇട്ട് ഒന്നും നോക്കിയില്ല. കാശ് കുറച്ച് ചെലവായെങ്കിലും നമുക്ക് ആരോഗ്യമല്ലേ മുഖ്യം, ഇല്ല ചേട്ടനെ? അതെ. അന്ന് തൊട്ട് ഞാൻ വീട് പണിയുന്നവരടുത്ത് എന്താ പറയില്ലെന്നറിയോ? ടൈൽ ഇറക്കണമെങ്കിൽ അങ്ങ് രാജസ്ഥാനിൽ നിന്ന് തന്നെ ഇറക്കണം. ചെറുതെ എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതിട്ടാ, നമ്മളെ സ്വന്തം സ്ഥല. പിന്നെ അഭിലാഷ് ബ്രോ, ഈ ഡീസൽ ഫിൽറ്റർ ഡെയിലി ക്ലീൻ ചെയ്യല്ലേട്ടാ. പോട്ടെ. ഇനി ഓട്ടോ പിടിച്ച് പോകണമല്ലേ? ഭയങ്കര കത്തിയാട്ടോ. ചെറുതായിട്ട്. ആളുടെ കത്ത് കേട്ട് ആ വണ്ടി വഴിയിലെങ്ങാനും നിന്ന് പോയിരുന്നെങ്കിൽ ഞാൻ മമ്പുറം പള്ളിയിൽ എണ്ണ കൊടുക്കാന്ന് നേർച്ച വരെ നേർന്നു. എത്ര കുപ്പി? 5. ഞാനേ 3. പക്ഷെ ആള് പാവാട്ടോ. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്. എനിക്ക് ആഗ്രഹമില്ലായിട്ടല്ല, ഇപ്പൊ തന്നെ 100 രൂപയ്ക്ക് 4 കേസ് പെൻഡിങ്ങിലാ. ആ ശരി, ഞാൻ വിളിക്കുന്നാല്. ഇങ്ങോട്ട് കൊണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ജീവിതാണോ, അതെടുത്ത് കളിക്കുക. അല്ല ചേച്ചേ, കുറച്ച് നാളൊക്കെ ഓക്കെ, കുറച്ച് അധികം നാൾ നടത്തിക്കാനുള്ള കാരണം ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. പിന്നെന്താന്ന്,
നിങ്ങൾ ഈ തണ്ടപ്പേരെന്ന് കേട്ടണോ? ഇല്ല. തന്തപ്പേ എന്നാ അങ്ങനെ ഒന്നുണ്ട്. അതായത് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ഒരു വസ്തു നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസ് പോയിട്ട് പട്ടയ രജിസ്റ്ററിൽ പേര് ചേർക്കണം. പോക്ക് വരവ് എന്നൊക്കെ നമ്മൾ പറയും. അവിടെ ടാക്സും കൂടി അടയ്ക്കുമ്പോഴേ നമുക്ക് പൂർണ്ണ അവകാശം കിട്ടും. ആ പട്ടയ രജിസ്റ്ററിൽ കാണുന്ന പേരിനെയാണ് നമ്മൾ തണ്ടപ്പേരെന്ന് പറയുന്നത്. ആ അപ്പൊ പറഞ്ഞു നടത്തിക്കണമെങ്കിൽ നിയമക്കുരുക്കിന്റെ ഊരാക്കുടുക്കിട്ട് പാവ നടത്തിക്കുമ്പോഴേ നമുക്ക് നടത്തിക്കാൻ പറ്റും. എത്ര നാൾ വേണമെങ്കിലും. എന്താലേ അതല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാല് ഓക്ക് താജുവിനോട് എന്തെങ്കിലും സോഫ്റ്റ് കോർണർ ഉണ്ടോന്നാണ്. ഉണ്ടടാ ഉണ്ട്. ഇന്ന് എനിക്കത് ഏതാണ്ട് ഉറപ്പായി. അപ്പം പ്രശ്നമാണ്. പ്രശ്നമാണോ? അല്ല, പ്രശ്നമാവാം. രാജേഷ് എന്നാ പിന്നെ ഈ ഒരു കാര്യം ചെയ്യും, ഓനൊന്ന് സൂക്ഷിച്ചോ. വല്ലാണ്ട് അങ്ങോട്ട് അടുപ്പിക്കണ്ട. അതാണല്ലേ. ഏ ആ അഭിലാഷ് ബ്രോ സർപ്രൈസ് ആയില്ലേ? ആവും, എനിക്കറിയാ. ഇനി ഞാൻ വന്ന ആരെ അറിഞ്ഞ അഭിലാഷ് ബ്രോ അതിലും സർപ്രൈസ് ആവും. വാ കേറി വാ വാ. പുറത്ത് ഭയങ്കര ചെയ്യാൻ പറ്റ ശല്യം. അതുകൊണ്ട് ഇറയത്ത് മാത്രം ലൈറ്റിട്ട് ഞങ്ങൾ അകത്തിരിക്കായിരുന്നു. വാതിൽ തുറക്കുമ്പോൾ അകത്ത് ലൈറ്റ് ഇല്ലെങ്കിലേ ഈ ചിലപ്പോൾ ബോധം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞേന്. അതും പറഞ്ഞു. അഭിലാഷ് ബ്രോ നോക്കിക്കണ്ടിരിക്കി, സ്വന്തം വീടല്ലേ. അപ്പൊ പിന്നെ ഞാൻ വന്ന കാര്യം പറയാം, അല്ലെങ്കിൽ വേണ്ട അമ്മ പറ. മോൻ പറ. അമ്മ പറ. മോൻ പറഞ്ഞാ മതി. ആ ശരിയാവൂല, അമ്മ എന്നെ പറ. അയ്യോ വേണ്ട, മോൻ എന്നെ പറ. എന്നാ ശരി, ഞാൻ തന്നെ പറയാം. ഞാനും ഞാനിന്ന് ഉച്ചക്ക് ബഷീർ ഖാന്റെ വീട് വഴി ഒന്ന് പോയപ്പോ ഷെറിന്റെ ഉമ്മാന്റെ ഇറച്ചിച്ചോറ് കഴിക്കാൻ ഒരു പൂതി. ഒന്നും നോക്കില്ല, വിളിച്ചു പറഞ്ഞ് നേരെ ചെന്ന്. ഇറച്ചിച്ചോറ് ആസ് യൂഷ്വൽ പൊളി. പക്ഷെ അതിൻ്റെ കൂടെ വിളമ്പിയ ഒരു അരിമുളക് അച്ചാർ, ഊഫ് അയവ ആയിലും പൊളി. ആദ്യം ഞാൻ വിചാരിച്ച് ഷെറിന്റെ ഉമ്മ ഉണ്ടാക്കിയാന്ന്. അപ്പെല്ലാം അറിയണേ അഭിലാഷ് ബ്രന്റെ അമ്മ ഉണ്ടാക്കിയതാന്ന്. അപ്പൊ തന്നെ സാധനം കത്തി. ഞാൻ നേരെ ഷെറിനെയും കൂട്ടി ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നപ്പോഴല്ലേ നിങ്ങൾ ഭയങ്കര ക്ലോസ് ആണെന്നും അമ്മ ഭയങ്കര കുക്കാണെന്ന് അറിയണ്. പിന്നെ ഒന്നും നോക്കില്ല, അമ്മയോട് കാര്യം അവതരിപ്പിച്ച്. അമ്മ സെറ്റ്. എന്ത്? അൽതാജ് കുഴിമന്തി കോട്ടക്കൽ ബ്രാഞ്ചിൽ ഇനി മുതൽ കുഴിമന്തിയുടെ കൂടെ വിളമ്പുന്നത് രാധാസ് അരിമുളക് അച്ചാർ. അരേ വാ. എങ്ങനെയുണ്ട്? പൊളിക്കും. ശരിക്കുണ്ടല്ലോ, അമ്മയുടെ സ്കില്ല് വെച്ചിട്ട് അഭിലാഷ് ബ്രോ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ തുടങ്ങണം. ഒറ്റ വർഷം മതി, നമുക്ക് വൃന്ദാവൻ അടിക്കാം. ആദ്യത്തൊക്കെ ഒന്ന് ട്രാക്കിലാവട്ടെ, നമുക്ക് സെറ്റാക്കാം. അപ്പൊ അമ്മ മെല്ലെ പരിപാടി തുടങ്ങിക്കോ, ഞാൻ എന്നാ പോയിട്ട് വരാം. ഹാപ്പി ആയില്ലേ? താജു എന്നെ കൂടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണേ. വൈനോ? ഇറങ്ങാം. അഭിലാഷ് ബ്രോ, അമ്മേ ടാറ്റാ. പിടിച്ചിരുന്നോ? ഇവിടെ നീ ഇന്ന് കിൻഡർ ജോയ് കൊടുന്നില്ലേ? കിൻഡർ ജോയ് കഷായം കൊടുക്കേണ്ട കാലത്താണ് കിൻഡർ ജോയ്. അതിന് നീ എന്തിനാ എൻ്റെ അടുത്ത് ചൂടാവണേ? ഒരുമാതിരി അങ്ങാടി തോറ്റേനെ അമ്മോടെന്ന് പറഞ്ഞ മാതിരി. ആര് തോറ്റു? ഞാൻ അങ്ങനെ തോറ്റിട്ടൊന്നുമില്ല. അഭിലാഷിനെ അങ്ങനെ ആർക്കും തോപ്പിക്കാനും പറ്റില്ല. ഇവനെന്താപ്പത്?